ഗൈസ്, അപ്പോൾ അടുത്തതായിട്ട് ബൂമെക്സിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഫെനി സീരീസിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഫ്രൈഡേ സീരീസിൻ്റെ ഭാഗത്തു നിന്ന് അടുത്തായിട്ട് റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന വെബ് സീരീസ് ഏതാണെന്ന് പലരും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വരുന്നതും ഈ 3 OTT പ്ലാറ്റ്ഫോംസിൻ്റെ വെബ് സീരീസുകളുടെ റിലീസ് ഡേറ്റിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അടുത്തായിട്ട് റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഏത് വെബ് സീരീസ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എല്ലാവരുടെയും കാത്തിരിപ്പിനൊടുവിൽ ഫെനി സീരീസിൻ്റെ ഭാഗത്തു നിന്ന് അടുത്തായിട്ട് പുതിയ വെബ് സീരീസ് റിലീസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പക്ഷേ അതിലേക്ക് പോകുന്നതിന് മുന്നേ ചെറിയ കാര്യം കൂടി നിങ്ങൾ അറിയിക്കുകയാണ്. സംഭവം വേറൊന്നുമല്ല, നീലാം നമ്പ്യാരുടെ OTT പ്ലാറ്റ്ഫോമായ NMX OTT പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്ത് നിന്ന് ബാഡ് കെമിസ്റ്റ് റോയ് എന്ന പുതിയ വെബ് സീരീസ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സീരീസിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം. താല്പര്യമുള്ളവർക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, സീരീസിനെ പറ്റി ബേസിക് ഐഡിയ ഇതിൻ്റെ റിവ്യൂ കാണുമ്പോൾ മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഇപ്പോഴത്തെ അപ്ഡേറ്റിനെ പറ്റി നോക്കുകയാണെങ്കിൽ അടുത്തായിട്ട് ഫെനി സീരീസിൻ്റെ ഭാഗത്ത് നിന്ന് റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പുതിയൊരു വെബ് സീരീസാണ്. അപ്പോൾ പുതിയ വെബ് സീരീസിൻ്റെ പേര് വരുന്നത് ശിശിരം എന്നാണ്. അപ്പോൾ ശിശിരം എന്ന വെബ് സീരീസിൻ്റെ കാസ്റ്റ് ആങ്കർ ഡീറ്റെയിൽസ് കുറേയധികം ആളുകൾ ചോദിക്കാൻ വേണ്ടി ചാൻസസ് ഉണ്ട് കമൻറ്റ് ബോക്സിൽ. പക്ഷേ കാസ്റ്റ് ആങ്കർ ഡീറ്റെയിൽസ് വ്യക്തമായിട്ട് അറിയത്തില്ല, കാരണം ഹീറോയിൻ്റെ ഫേസൊന്നും അത്ര വ്യക്തമല്ല. എന്തായാലും ഈ സീരീസിനെ റിവ്യൂ ചെയ്യുമ്പോഴത്തേനും ഉറപ്പായിട്ടും കാസ്റ്റ് ആങ്കർ ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സീരീസിൻ്റെ റിലീസ് ഡേറ്റിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഈ ആഴ്ച തന്നെയാണ് റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് നവംബർ മാസം 21 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് മുൻപായിട്ട് ശിശിരം എന്ന വെബ് സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് ഫെനി എന്ന OTT പ്ലാറ്റ്ഫോം വഴി റിലീസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു സീരീസിന് വേണ്ടി കാത്തിരിക്കുന്ന ആരൊക്കെ എന്ന കാര്യം ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സ് വഴി രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അതുപോലെ NMX എന്ന OTT പ്ലാറ്റ്ഫോമിൻ്റെ കാര്യം പറഞ്ഞാൽ മറക്കണ്ട, കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം. ഓക്കെ.